ദൈവത്തിന് മഹത്വം. അമീൻ. പ്രാരംഭത്തിൽ വേഗത്തിൽ ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ച് അമീൻ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം നമ്മൾ അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. Let us turn our attention to Philippians chapter 4 verse 13. വചനം ഒന്ന് പറഞ്ഞാട്ടെ. Let's all repeat this verse. അമീൻ. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും. അമീൻ. സ്തോത്രം. പ്രശ്നങ്ങൾ, വിഷയങ്ങൾ, പ്രതിസന്ധികൾ ഇല്ലാത്തവരാരുമില്ല. There is no one without any problems or troubles or hardships in their life. മുന്നേറണമെന്നും മുൻപോട്ട് പോകണമെന്നും ആഗ്രഹമില്ലാത്തവരാരുമില്ല. There is no one who doesn't have the desire to move forward and be successful in their life. പലപ്പോഴും നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ പ്രയത്നം കൊണ്ട് പലതും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. Many at times with our own efforts we are not able to do these things. ആമീൻ. നമുക്ക് കഴിയുന്നില്ല, നടക്കത്തില്ല എന്നുള്ള ചിന്ത വരുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കുറയുവാൻ തുടങ്ങും. When we get these thoughts that this is not going to happen, I am not able to do this, what happens to us is that our self-confidence comes down. ഈ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നിരാശയിലോട്ട് പോകും. When our self-confidence comes down, we drip into, slowly moves into low mood. നമുക്കൊന്നും പോസിറ്റീവായി ചിന്തിക്കാൻ കഴിയത്തില്ല. And we become unable to think positively. എല്ലാം ഒരു പ്രതികൂലമായിട്ട് നമ്മുടെ മുൻപിൽ കടന്നു വരും. And we start to perceive everything as trials and tribulations. ആമീൻ. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒരുപാട് മോട്ടിവേഷൻ പ്രീച്ചേഴ്സ് ഉണ്ട്. You are aware that in these times there are a lot of motivational speakers. അവർ പറയും നിങ്ങളുടെ അകത്തൊരു ആത്മവിശ്വാസമുണ്ട്, നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കണം, നിങ്ങൾ എന്ത് വിചാരിച്ചാലും നടക്കും എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. They try to motivate you by saying that you have confidence, you can do this. പക്ഷെങ്കിൽ വിഷയങ്ങളുടെ മുൻപിൽ കടന്നു വരുമ്പോൾ ഈ ആത്മബലം, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. But when you encounter these troubles in your life and you lose your self-confidence, you are not able to move forward. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ, ബലം നഷ്ടപ്പെട്ടാൽ, രോഗം കടന്നു വന്നാൽ, പ്രതിസന്ധി കടന്നു വന്നാൽ, ഏത് മോട്ടിവേഷൻ കേട്ടാലും നമുക്ക് മുന്നേറാൻ കഴിയത്തില്ല. When we lose our health, when we lose our wellness, when we are in trouble and hardships, even after we listen to those motivational preachers, we will not be able to move forward. എന്നാൽ അതിന്റെ നടുവിൽ പൗലോസ് ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കുകയാണ്. So in the midst of this context, Apostle Paul is encouraging us. അവൻ പൗലോസ് ജയിലിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. Apostle Paul is imprisoned in this context. പുറത്തിറങ്ങാൻ കഴിയാതെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പൗലോസ്. He is not able to come out of the prison and he is in chains. ആമീൻ. നമ്മളെ നോക്കി ധൈര്യത്തോടെ ഒരു ദൂത് പറയുകയാണ്. And looking at us, he is saying this message with courage. ആമീൻ. കയ്യിൽ കിടക്കുന്ന ചങ്ങലയോ അടയപ്പെട്ട ജയിലോ അംശം നമ്മുടെ അന്തരീക്ഷമല്ല വിഷയം. ആമീൻ. നിന്റെ മുൻപിലുള്ള ഏത് വിഷയത്തിന് മുൻപിലും നിന്നെ ആദ്യം ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. It is not the chains in his hands, it is not the enclosed prison that matters. There is a power that he carries that can give you freedom. ആമീൻ. ഒന്നും ചെയ്യാൻ കഴിയാതെ, മുൻപോട്ട് പോകാൻ കഴിയാതെ, ജീവിതത്തിലെ ഏതെങ്കിലും വിഷയങ്ങളിൽ തളർന്ന് ക്ഷീണിച്ച് മരവിച്ച് ആരെങ്കിലും ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ദൂത് പറയാം. ആദ്യം നിന്റെ വിഷയമല്ല വിഷയം. ആമീൻ. നിന്നെ ആദ്യം ദൈവം ശക്തീകരിക്കും. നിന്റെ മുൻപുള്ള വിഷയത്തെ തരണം ചെയ്യാൻ, അതിനെ ഫേസ് ചെയ്യാൻ, അതിനെ മറികടക്കാൻ ആദ്യം വേണ്ടിയത് നിന്നെ ദൈവത്തിന്റെ ആത്മാവ് ശക്തീകരിക്കും. If you're going through hardships or troubles in your life and you do not know what to do and you feel weak in these times, I have this message to you to encourage you that you have a power. God will empower you so that you will be able to face this and overcome this. എന്നെ ശക്തനാക്കുന്നവൻ, The one who strengthens me. ഒന്ന് പറഞ്ഞു ഇന്ന് പകൽക്കാലം. Let us say this. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ, The one who strengthens me. ഇന്ന് ഈ സഭായോഗം കടന്നു പോകുമ്പോൾ ഈ ഒരു ഉറപ്പ് നീ പ്രാപിക്കണം. ഞാൻ മുൻപോട്ട് പോകും, എനിക്ക് ചിലത് ചെയ്യാൻ കഴിയും, എനിക്ക് ചിലത് ചെയ്ത് പറ്റൂ. പക്ഷേ എന്റെ കഴിവല്ല, എന്റെ ബലമല്ല, എന്നെ ശക്തനാക്കുന്ന ഒരുവന്റെ സാന്നിധ്യമുണ്ട്. അവൻ എന്നെ ശക്തീകരിക്കും. Before you leave this meeting, you should have this confidence in your mind that I can do many things. I can do all things. Even
even though I am weak and weary, I am tired, I can do things not because of my strength, but because of the strength of the one who strengthens me. Praise the Lord, hallelujah. അതുകൊണ്ട് രോഗം മാറിയതല്ല വിഷയം, നീ ആത്മാവിൽ ബലപ്പെടുന്നതാണ് വിഷയം. So it is not that the illness is gone. That is not what matters, whether you are strengthened in spirit. ജോലി കിട്ടിയോ ഇല്ലയോ, COS ലഭിച്ചോ ഇല്ലയോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം പരിഹരിക്കപ്പെട്ടോ ഇല്ലയോ, അതല്ല ഇന്നത്തെ വിഷയം. നീ ആത്മാവിൽ ബലപ്പെടണം, നീ കർത്താവിൽ ശക്തിപ്പെടണം. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ബലപ്പെടുത്തിയാൽ അത് അതിന്റെ അടുത്ത അടയാളമാണ്, നിനക്ക് പിന്നെ മുൻപോട്ട് പോകാൻ കഴിയും. The matter that we need to be concerned is not whether we have job or we have COS or do I have confirmation. It is not that matters. All that matters is, am I strengthened by the power of the Lord? If we are strengthened, we are able to move forward. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരെ നോക്കി പറയുന്നത്, നീ ബലപ്പെടേണ്ട സമയമാണ്, ഇന്ന് പകലൊക്കെ നീ ശക്തിപ്പെടേണ്ട സമയമാണ്. നീ നിന്റെ ഭാരം പറഞ്ഞു, വേദന പറഞ്ഞ്, നിരാശ പറഞ്ഞ്, സങ്കടപ്പെട്ട് ആകുലപ്പെട്ടിരിക്കാനല്ല, നിന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്, നിന്നെ ശക്തീകരിക്കുന്ന ഒരുവനുണ്ട്, ഹൃദയത്തിന്റെ മുറിവിനെ ഉണക്കുന്ന ഒരുവനുണ്ട്. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകലൊക്കെ നീ ശക്തിപ്പെടുക. Today, Holy Spirit is looking at certain people and saying this, giving this message. This is a time that you should be strengthened. This is a time that you should clothe with the power of God. In your troubles, in your sickness, in your weakness, there is a God who can empower you, strengthen you, and receive that power. Praise the Lord. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിന്റെ ഒന്നാമത്തെ കാര്യം ഈ സോഴ്സ് നാം തിരിച്ചറിയണം. എങ്ങനെ ഇത് വരുന്നത്? മറ്റൊന്നും എൻ്റെ കഴിവല്ല, എൻ്റെ പ്രാപ്തിയല്ല, എന്നെ ശക്തനാക്കുന്ന ഒരുവൻ ഉണ്ടെന്നുള്ള ആ ധൈര്യമാണ് ഇന്ന് പകൽ നിന്റെ അകത്തുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുന്നത്. To have this self-confidence increased in us, to have this strength, to feel this strength, we should identify the source from where this strength comes from. We should know that there is someone who strengthens me, and because of that one who strengthens me, I am empowered. I have this confidence in me. കഴിയത്തില്ല എന്ന് പറയുന്ന ആ വിഷയത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാ പറയുന്നു, കഴിയും. നീ ശക്തിപ്പെട്ട് കഴിയുമ്പോൾ, നീ ബലപ്പെട്ട് കഴിയുമ്പോൾ, സ്വർഗീയ ബലം നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ, കഴിയത്തില്ല, നടക്കത്തില്ല, സംഭവിക്കത്തില്ല, കാണത്തില്ലെന്ന് പറയുന്ന ആ വിഷയത്തെ നോക്കി ആത്മാവ് പറയുന്നു, നിന്നെ ശക്തീകരിക്കുന്ന, നീ കർത്താവിൽ ബലപ്പെട്ടാൽ, നീ ആത്മാവിൽ ബലപ്പെട്ടാൽ, ശക്തനാക്കുന്ന മുഖാന്തരം ചിലത് കഴിയും എന്ന് ശക്തമായ ആത്മാവ് ഇടപെടുകയാണ്. Holy Spirit is encouraging you. Holy Spirit is saying that you have to look at the matter, you have to look at the problem, the troubles Jesus. That you are facing, and say that I can do, this is possible. When your mind says this is not possible, it is impossible with your might, with your strength, when you receive the power from God, when you are empowered, when you receive the strength from God, then you will look at this same problem and say that this is possible. Hallelujah. അങ്ങനെയാണ് അടുത്ത ദൂതിലോട്ട് പോകുന്നതിന് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എന്നെ ശക്തീകരിക്കണം ഒന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച്. Let us pray before moving on to the next message. Let us pray, God, please strengthen me. നിങ്ങളുടെ വിഷയം എന്തുവായിക്കൊണ്ടത് പ്രാർത്ഥിച്ച്, കർത്താവേ ഒന്നും എന്നെ കൊണ്ട് കഴിയത്തില്ല, ഞാൻ വിചാരിച്ച, ഞാൻ ചിന്തിച്ച കഴിയത്തില്ല, എന്നാൽ ഈ ദൂതനെ ഞാൻ ഏറ്റെടുക്കുന്നു, എന്നെ ഒന്ന് ശക്തീകരിക്കണമേ. വാഗ്ദത്തം വലുതാണ്, വലിയത് എന്റെ മുൻപിലുണ്ട്, ഇനി ഓടാനുണ്ട്, ഇനി പ്രാപിക്കണമെന്നാൽ എവിടെയോ കുഴയുകയാണ്, എവിടെയോ ക്ഷീണിക്കുകയാണ്, എവിടെയോ മടുക്കുകയാണ്. ഇന്ന് കർത്താവേ എന്നെ ശക്തീകരിക്കണമേ. Let us pray together. Let us look at our problems and say, God, please strengthen me. Please strengthen me. I have lot of promises in my life. I have lot of things to do. I have a race to run for you. Lord, here I am. Please strengthen me. I want to look at the problem and say that this is possible. ഞങ്ങൾ ഇന്ത്യ സർവീസ് ധ്യാനിച്ചപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ നടുവിൽ കർത്താവ് വന്നിട്ടുണ്ടെന്ന്.
While we were meditating in the Hindi service, we were mentioning that God is among our midst. ഇന്നുപോലെ എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? How many of you believe that? നിങ്ങൾ ആരോട് പറഞ്ഞിട്ടില്ലായിരിക്കും, നിങ്ങളുടെ ഇപ്പം കടന്നു പോകുന്ന പ്രതിസന്ധികൾ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരിക്കും. പക്ഷെ ഇന്ന് പകല് അമിസ്വതം നിന്നെ നന്നായി അറിയുന്ന ഉന്നതന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഇന്ന് പകല് നീ ബലപ്പെടാൻ ശക്തമായി ആത്മാവിടപെടുക എന്ന് പ്രാർത്ഥിച്ച കർത്താവ്, ആ ശക്തി എന്റെ വിഷയത്തിന് പരിഹാരമല്ല. ഇന്ന് പകൽ എനിക്കൊരു ആത്മബലം, എനിക്കൊരു ആത്മധൈര്യം എന്റെ പകരണമെന്ന് ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. സ്വർഗ്ഗം നിന്നെ ബലപ്പെടുത്തട്ടെ, പരിശുദ്ധാത്മ നിന്നെ ശക്തീകരിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ ബലഹീനമാക്കുന്ന, ക്ഷീണിപ്പിക്കുന്ന, മടുപ്പിക്കുന്ന സകല മേഖലകളിൽ നിന്നും ജനം പുറത്തു വരട്ടെ. നിന്നെ ശക്തനാക്കുന്നവൻ. You may not have mentioned this, you may not have said this to anyone. Maybe no one knows about this, but the one who knows your heart, the one who examines your heart, he knows what you are going through. So pray to God, empower me, strengthen me, and say to the problem, because of the strength of God, because of the strength that I've received from the God, I can overcome this, I can go through this. It is not the solution for the problem that I need. It is the strength of God, the power of God that I need today. Praise the Lord. ഒന്ന് ഈ ആത്മവിശ്വാസം, ക്രിസ്തുവിലുള്ള ആത്മവിശ്വാസത്തെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. വർദ്ധിക്കുന്നതിന് ആ സോഴ്സ് നാം തിരിച്ചറിയണം. എവിടുന്ന് ആരാ എൻ്റെ കൂടെ ഉള്ളത്? So here we are mentioning about the confidence that we have in Christ. We should realize the source of this confidence, and we anchor our source on Christ. ആമേൻ. ശമൂവേലിന്റെ പുസ്തകം 1 ശമൂവേൽ 17-ാം അധ്യായം 47-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിച്ചു, 45 എന്നുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു. 1 Samuel chapter 17 verse 45 onwards. ആ പ്രഖ്യാപനം, നമ്മുടെ ആത്മധൈര്യത്തോടു കൂടിയുള്ള വാക്കുകളൊന്ന് ശ്രദ്ധിച്ച്. Listen carefully how David is proclaiming. ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. So here he said that I come against you in the name of the Lord Almighty, the God of armies of Israel. നല്ല ഉറപ്പാ. He is so confident. ആമേൻ. ശൗലിന്റെ സൈന്യം അണി നിരന്ന് നിൽക്കുകയാ. He can see the army against him. ആമേൻ. സ്തോത്രം. പടയുണ്ട്, പടജനമുണ്ട്, വാളുണ്ട്, കുന്തമുണ്ട്, സകല സംവിധാനമുണ്ട്. പക്ഷെ അവർക്കാർക്കും ഇല്ലാത്ത ഒരു കോൺഫിഡൻസ്, ഒരു ധൈര്യം, ഒന്നുമില്ലാത്ത. എനിക്കറിയത്തില്ല അവൻ ഈ ദാവീദ് വന്ന പരുവം ഏത് ഡ്രസ്സ് ഇട്ടോണ്ടാവന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ആടിനെ മേയ്ക്കാൻ പോകുന്നവർക്ക് പ്രത്യേകിച്ച് യൂണിഫോം ഒന്നും കാണത്തില്ലല്ലോ. ആമേൻ. സ്തോത്രം. എന്നാൽ പ്രത്യേകിച്ച് പ്രൊട്ടക്ഷൻ ഒന്നുമില്ലെങ്കിലും അവൻ്റെ അകത്തുള്ള ആ ധൈര്യമുണ്ട്. ഞാൻ നിന്റെ നേരെ വരുന്നത്, ആ ധൈര്യം, അതൊന്നും ആ സോഴ്സ് മനസ്സിലാക്കണം. നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരികയാണ്. He can see the vast army against him with sword, with spear, with javelin, with all those armors that they are wearing. And David may not even have any armor on him, but he is confident to face them. And he declares that I come to you not with the confidence of the javelin or the sword or the spear, but I come to you with the confidence that I come in the name of the Lord. യുദ്ധം യഹോവയ്ക്കുള്ളത്. The battle belongs to the Lord. ഈ ആത്മധൈര്യം ഒന്ന് നോക്കിക്കേ. Look at his self-confidence. വീട്ടിൽ നിന്ന് വരികയാ. He's coming from home. അല്ലെങ്കിൽ യുദ്ധ അഭ്യാസമൊന്നും അവന്റെ കയ്യിലില്ല. He's not trained for warfare. യുദ്ധ മുറകളൊന്നും അവൻ അറിയത്തില്ല. He do not know any strategies of war. ഗോലിയാത്തിന്റെ വലുപ്പം കണ്ടപ്പോൾ അവന്റെ ആത്മധൈര്യം വർദ്ധിച്ചു. When he saw how giant is Goliath, his self-confidence increased. എന്തോ ബോധ്യത്തിലായി ദാവീദ് പറയുന്നത്. How can he be so confident? On what basis he is thinking like this? ഈ കർത്താവിനെ രുചിച്ചറിഞ്ഞവരുടെ പ്രത്യേകത ഇതൊക്കെയാണ് കേട്ടോ. This is peculiar of those who have tasted the Lord. അവൻ നിങ്ങളുടെ മുൻപിൽ ഇന്ന് ഉയർന്നു നിൽക്കുന്ന ഗോലിയാത്തിനെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്കൊന്ന് പറയാമോ? Can you look at the giant Goliath right in front of you that you are facing today, and can you say this today?
ആത്മധൈര്യം ഒന്ന് പുറത്തു വരട്ടെ. Let the self-confidence within you come out. ആത്മവിശ്വാസം ഒന്ന് പുറത്തു വരട്ടെന്ന്. Let the self-confidence come out. നിന്നെ ശക്തനാക്കുന്നവരെ ആ മഹത്വം ഒന്ന് മനസ്സിലാക്കി ഒന്ന് സംസാരിച്ച്. Realize the strength of the one who empowers you. And knowing that, please speak to this giant. പ്രശ്നങ്ങൾ വലുതാകുന്ന അനുസരിച്ച് നിന്നെ ശക്തനാക്കുന്നവരുണ്ടെന്ന് ഗോലിയാത്തിനെ കാണുമ്പോൾ ശക്തി കുറയ്ക്കുന്നവനല്ല. നിന്റെ മുൻപിൽ എന്തെല്ലാം വിഷയമുണ്ടോ അതിന് മുഴുവൻ തരണം ചെയ്യത്തക്ക രീതിയിൽ നിന്നെ ശക്തനാക്കുമെന്ന് ഇന്ന് പകലക്കാലം ആ ബലം പ്രാപിച്ച് കുഞ്ഞതി മടങ്ങിപ്പോകാവോ? യേശുവിന്റെ നാമത്തിൽ നീ തിരിച്ചത് വാതുറന്ന് പറ, ഞാൻ സേവിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം അവൻ എന്നെ ശക്തീകരിക്കും. As the problems before you becomes bigger and bigger every day, there is a God who can strengthen you again and again so that you can face this problem and so that you can overcome this problem. So my dear children, please open your mouth and say that there is a God who strengthens me, and because of his strength I can do all things. Praise the Lord. പ്രതിസന്ധികൾ വലുതാണെങ്കിൽ ദൈവിക ശക്തിയും വലുതാണ്. The problems we face, if those are bigger, the strength of God that is bestowed upon us is also bigger. പറഞ്ഞിട്ടില്ലേ കർത്താവേ, ആർക്കുമില്ലാത്ത പ്രതിസന്ധിയാണല്ലോ എനിക്ക്, അല്ലേ? ആർക്കുമില്ലാത്ത വെല്ലുവിളിയാണല്ലോ എനിക്ക്. പക്ഷെ ഇന്ന് പകലക്കാലം വെല്ലുവിളി മാത്രം നീ പറയരുത്. ആർക്കുമില്ലാത്ത ദൈവശക്തിയും ആർക്കുമില്ലാത്ത അഭിഷേകവും ആർക്കുമില്ലാത്ത ദൈവിക കൃപയും ആ വിഷയത്തിൽ നിന്റെ മേലുണ്ട്. നീ അതുറക്കെ പറ, എന്റെ രോഗമല്ല വലുത്, ആർക്കുമില്ലാത്ത ദൈവശക്തി എന്റെ മേൽ ഉണ്ടെന്ന് അതിനെ തുറന്ന് പറ. Many a times we say that this is happening to me alone. No one else is having these troubles. Why there is no one else is happening? No one else is having these troubles. When we say that, there is also one more thing that you have to say, that you have a power of God that no one else have, and with this power of God that no one else have, you will be able to overcome this. ദൈവം ശക്തിപ്പെടുത്തിയാലുണ്ടല്ലോ, ദൈവം ഒന്ന് ബലപ്പെടുത്തി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ നിങ്ങളുടെ മുൻപിലുള്ളൂ. All those problems that we face today will vanish if God strengthens us. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? Children, you're listening. നീ നമ്മൾ ഈ ദൂത് പറഞ്ഞിട്ട് വെറുതെ കേട്ടിട്ട് പോകല്ലേ. ആത്മാവിൽ ദൈവം ബലപ്പെടുത്തുന്നത് നീ മനസ്സിലാക്കണം. You should not just listen to this message and walk away. You should realize how God is strengthening you in your spirit. മിദ്യാനിയർ മുഴുവനും ഒരു ദേശത്ത് വന്ന് ക്യാമ്പ് ചെയ്യുകയാണ്. The Midianites encamped in a place. ഗിദെയോനെ കർത്താവ് വിളിച്ചു. But God called Gideon. ഇത് പറയുകയാണ്, നീ ഒറ്റ മനുഷ്യനെ പോലെ ഇവരെ ജയിക്കും. And God says that with you I will win this war. സ്തോത്രം. എല്ലാവരെയും പോലല്ല, ഒരു മനുഷ്യൻ മതി, നീ ഒരാൾ മതി ഇതിനെ മുഴുവൻ. അപ്പൊ ദൈവം ശക്തീകരിക്കുന്ന രീതി കണ്ടോ? And God says that this one person is enough to win this war. Praise the Lord. അങ്ങനെ ഇന്ന് പകൽക്കാലം ആ വലിയ പ്രതിസന്ധിയെ പരിഹരിക്കാൻ ഒരു ഗിദെയോനെ മതിയായിരുന്നു. At that context, to overcome such a huge, vast army, huge trouble in front of you, one Gideon was enough. Praise the Lord. ഇന്ന് പകൽക്കാലം പ്രിയരെ, ദൈവത്തിന് അറിയാം എത്രത്തോളം അളവ് നിന്റെ മേൽ പകരണമെന്ന്. Today, God knows how much strength needs to be poured upon you. ഈ ബലത്തോടെ പോകാ. You go with this strength. നീ ഇസ്രായേലിനെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാൻ അല്ലയോ നിന്നെ അയക്കുന്നത്. You will save Israelites from the Midianites. I am the one who sends you. കർത്താവിന് നമ്മുടെ ഭാഷ കർത്താവിന് ബുദ്ധിയൊന്നുമില്ലേ? ഈ പേടിയുള്ള ഞാൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ ഇത്രയും വലിയ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കും? കർത്താവ് അറിഞ്ഞു, നീ നിന്നെ തന്നെ നോക്കരുത്. നീ ഒരു പരാക്രമശാലിയാണ്, ഞാനാണ് നിന്നെ അയക്കുന്നത്, എൻ്റെ ബലം നിന്റെ ബലമുണ്ട്. നീ മുൻപോട്ട് പോകാമെങ്കിൽ നീ പറയുന്ന 7 വർഷമായി യുദ്ധം ചെയ്യുന്ന ഈ വിഷയത്തിന്റെ പരിഹാരം നിന്നെ ശക്തനാക്കുന്നവൻ, നിന്നെ ബലപ്പെടുത്തുന്ന വാക്ക് കേട്ട് നീ ചുവട് മുൻപോട്ട് വെക്ക്. ഈ വിഷയത്തിന് പരിഹാരമാണ്. If we think in lay terms, if we use common sense, then we might be wondering, how can God deliver me from the problem that I'm facing for the
last 7 years. I have been fighting them for 7 years and I'm not able to overcome them. How can I do this? But God says that I am with you. If God is with you, God says, go with this strength. With the strength of God, I can overcome this. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്ന് ഉറപ്പ് എത്ര പേർക്കുണ്ട്? How many of you are confident that this presence of God is with me? നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ചത്ത ആത്മാവല്ല, ജീവിക്കുന്ന ആത്മാവാണ്. സുബോധത്തിന്റെ ആത്മാവാണ്, ബലത്തിന്റെ ആത്മാവാണെന്ന് ധൈര്യം ഇന്ന് പകൽ എത്ര പേർക്കുണ്ട്? How many of you are confident today that the Holy Spirit that you have is not the spirit that is dead, it is a spirit that is alive and the spirit that strengthens you? ഇന്ന് പകൽക്കാലം ചില വിഷയത്തെ മറികടക്കാൻ ആത്മാവ് ഇന്ന് പകൽ നിന്നെ ശക്തീകരിക്കുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുകയാണ്. Holy Spirit is telling you today that to overcome certain matters, certain problems in life, Holy Spirit is empowering you today. നിനക്കൊരു പക്ഷെങ്കിൽ കൂട്ട് കാണത്തില്ലായിരിക്കാം, ചേർന്നിരിക്കാൻ ആള് കാണത്തില്ലായിരിക്കാം, പക്ഷേ ആത്മാവിന്റെ പകലൊക്കെ നിന്നെ ശക്തീകരിക്കാൻ പോകുകയാണ്. നിനക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞ, നിനക്ക് സാധ്യമാകത്തില്ലെന്ന് പറഞ്ഞ ചില വിഷയത്ത് നിന്റെ കാൽ കീഴാക്കാൻ, അതിനെ മറികടക്കാൻ ഒരു അസാധാരണമായ ദൈവശക്തി നിന്റെ പകരാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. You may not have someone to talk to, you may not have someone to sit with you to understand the problem, to understand what you are going through, but Holy Spirit is saying this to you today. There is a power of Holy Spirit that is bestowed upon you, that is poured upon you. Holy Spirit will strengthen you today. Hallelujah. So that you can face this problem, you can overcome this. പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ നിന്നെ ബലപ്പെടുത്തുന്നത് കഴിയുമെന്ന് നീ പറയണം. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിലും മതിയാകുന്നെന്ന് നീ ഇന്ന് പറഞ്ഞ് ഈ ആലയം വിട്ടുപോകാവോ? പിശാചിന് ബാക്കി കൊടുക്കരുത് നീ പറ. സകലതും കഴിയും. എന്നെ ശക്തനാക്കുന്നവൻ അവൻ മുഖാന്തരം. Let us open our mouth and say, because of the one who strengthens me, I can do all these things. Look at your problem and say, because of the one who strengthens me, I can do this. Look at your problems. Don't give foothold for Satan. Before you leave this place, you have to take victory over the problem. Say, look at it and say, because of the one who strengthens me. ഒന്നും ചെയ്യാൻ കഴിയാതെ മൂകയായി ആരാധനയില്ലാതെ പ്രാർത്ഥനയില്ലാതെ ബലം ക്ഷയിച്ചവളായി എവിടെയോ ഒതുങ്ങുവാൻ പിശാച് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് നിന്റെ സാഹചര്യങ്ങളെ നോക്കി നീ ഒതുങ്ങരുത്. നിന്റെ പ്രശ്നങ്ങളെ നോക്കി നീ ഒതുങ്ങാൻ വിട്ടുകൊടുക്കരുത്. നിന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. കണ്ണുനീരിന്റെ താഴ്വരയായിരിക്കാം, മരണത്തിന്റെ താഴ്വരയായിരിക്കാം, വെല്ലുവിളികൾ അതികഠിനമായിരിക്കാം, പക്ഷെ നിന്നെ ശക്തനാക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന്. While the Satan desires that you sit in a corner being saddened by your problems, you are unable to worship, you are unable to pray, you are unable to meditate the word of God. You sit saddened with a heavy heart. That is what the Satan desires. But when Satan is thinking such a scheme upon you, there is a power of God, there is a presence of Holy Spirit that is telling you that you should not sit aside, you should not hide yourself, you should come out with the power of God, you should come out with the strength of God, and you should overcome this problem. ഒരുപാട് മനം തകർന്ന് ക്ഷീണിച്ചിരിക്കുന്ന ചിലര് ഇന്ന് ഇതിന്റെ അകത്തുണ്ട്. There are many people who are tired and weary within their heart. നിങ്ങൾ ആരോടും വിഷയങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും ഒരു വല്ലാത്ത ഞരക്കം ദൈവാത്മാവ് സെൻസ് ചെയ്യുന്നുണ്ട്. You may not be sharing your problems with others, but Holy Spirit is sensing a huge cry that എവിടെയോ ധൈര്യം ചോർന്നു പോകുന്നു എന്ന് തോന്നുന്നുണ്ട്. The confidence that you have is draining away. You're losing your confidence. നഷ്ടപ്പെടുത്തരുത്. Please do not lose it. നീ മറ്റൊന്നിലും പ്രതീക്ഷ വെക്കരുത്. You should not keep your hope on anything other than God. വിളിച്ച ഒരു ഉന്നതനുണ്ട്. There is one who have called you. കൈവിടത്തില്ല. He will not നിന്നെ leave കൈവിടത്തില്ല. you. നിന്നെ ഉപേക്ഷിക്കത്തില്ല. He will never leave you. നിന്നെ He will മറന്നിട്ടില്ല. not forsake നിന്നെ you. മറന്നിട്ടില്ല. He has not forgotten you. ശക്തീകരിപ്പോൾ നിന്നെ ബലപ്പെടുത്താൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് വളരെ ശക്തമായി ആത്മാവിന്റെ പകലക്കാലം
കാണുകയാ. Holy Spirit is reminding you that God has a plan, has a purpose to strengthen you. He will not leave you nor forsake you. He has not forgotten you. He has this purpose to strengthen you. ആമേൻ. രണ്ട്, ആമേൻ, നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ്. And the second thing is that our confidence increases with our experience. ആമേൻ. 4:11-12 വായിച്ച് ഈ എന്നെ ശക്തനാക്കുവാൻ മുഖാന്തരം സകലത്തിലും, അതിന്റെ മുൻപുള്ള രണ്ട് വാക്യങ്ങൾ ഫിലിപ്പിയ ലേഖനം 4:11-12. Philippians chapter 4 verse 11 and 12. നമ്മുടെ ആത്മവിശ്വാസം ബലപ്പെടുന്നത് നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ്. Listen carefully. Our confidence increases through the experiences that we have. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കടന്നുപോയ കണ്ണുനീരിന്റെ, വേദനയുടെ, താഴ്ചയുടെ, ശൂന്യതയുടെ, ദാരിദ്ര്യത്തിന്റെ, ഒറ്റപ്പെടലിന്റെ ഒക്കെ അവസ്ഥകൾ കടന്നുപോയവരൊക്കെ ആ അനുഭവങ്ങൾ ഓർമ്മയുണ്ടോ? Let us think about what we have gone through. In our past, we might have gone through emptiness. We might have gone through lack. We might have gone through struggles. How many of you remember those situations? Praise the Lord. ഇന്ന് പകൽക്കാലം നമ്മുടെ ധൈര്യം വർദ്ധിച്ചത് ഇന്നലകളിൽ കരഞ്ഞപ്പോൾ, ഉപവസിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ തൊട്ട് സൗഖ്യമാക്കി ഇറങ്ങി വന്ന് വിടുവിച്ച് അസാധ്യം എന്ന് പറഞ്ഞെടുത്ത് ദൈവം വഴി തുറന്നതൊക്കെ ഇന്ന് പോലെ മറക്കരുത്. ഇന്നലകൾ നിന്റെ മേൽ ഈ അനുഭവം വന്നത് ഇന്നിന്റെ വിഷയത്തിന് മുൻപിൽ, ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന വേദനയുടെ മുൻപിൽ നീ ധൈര്യമായിട്ടിരിക്കുക. ദൈവത്തിന്റെ വിശ്വസ്തത അനുഭവിച്ചവർ, ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചവർ, ദൈവത്തിന് നടത്തിപ്പ് അനുഭവിച്ചവർ, കുഞ്ഞ് നിന്റെ വലിയ അനുഭവം പകർന്നത് നിന്റെ വിശ്വാസം വർദ്ധിക്കാൻ, നിന്റെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയാണ്. In the past, when you have gone through troubles, when you have gone through hunger, when you have gone through emptiness, lack and problems in your life, please remember this. There is a presence of God that came down and delivered you from all those problems. There is a presence of God that healed you from your sickness. There is a presence of God that delivered you. You should not forget this. You should remember this and be empowered and have confidence that this presence of God is with you today to strengthen you, to empower you so that you will be able to face the problem that you have right now. നമ്മുടെ ഇന്നത്തെ സാക്ഷ്യം ഇന്നലകളുടെ വേദനയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ കരുതൽ, നമ്മുടെ ഇന്നത്തെ ധൈര്യം ഇന്നലകളിൽ കർത്താവ് ഇറങ്ങി വന്ന് നമ്മളെ സൗഖ്യമാക്കിയതാണെങ്കിൽ അവിശ്വസ്തത മറക്കരുത്, അവന്റെ കരുതൽ മറക്കരുത്, അവൻ സൗഖ്യമാക്കിയത് മറക്കരുത്, അവൻ നിന്റെ താഴ്ച ഓർത്തത് മറക്കരുത്. ഇന്ന് പകൽക്കാലം നിന്റെ ആത്മധൈര്യം വർദ്ധിപ്പാൻ നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. വന്ന വഴിയൊന്ന് നോക്കാമെങ്കിൽ, ഒന്ന് പുറമോട്ട് നോക്കാമെങ്കിൽ നിന്റെ അകത്തെ ധൈര്യം ഇന്ന് പകൽക്കാലം വർദ്ധിപ്പാനിടയായി തീരും. Our testimonies are that in our past God delivered us. Our confidence is that in our past God gave us healing. You should not forget how he lifted us from our lows. You should not forget the ways in which he delivered. If you think of the past, the deliverances, the compassion, how he delivered us from our troubles, if you think of the past, you will feel the confidence, you will feel the mighty hand upon you. Praise the Lord. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം കരുതി വന്ന വഴികൾ ഇന്നയോളം നടത്തിയ നാദാ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ.
2 മിനിറ്റ് വന്ന വഴികളൊന്ന് ഓർത്ത് സ്വോത്രം ചെയ്ത് നിന്റെ ഇപ്പോഴുള്ള ആ കുറഞ്ഞ ആത്മവിശ്വാസം ഒന്ന് ധൈര്യപ്പെടാൻ. പുതിയത് വേണ്ട, പുതിയ അത്ഭുതം വേണ്ട, ഒരു പുതിയ ദൂത് വേണ്ട. ഇന്നലകളിൽ നടത്തിയ 1-2 കാര്യം ഒന്ന് ഹൃദയത്തിനകത്തോട് ഓടി വന്നതൊന്ന് ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് നിന്നെ ബലപ്പെടുത്തിയത്, നിന്നെ ധൈര്യപ്പെടുത്തിയത്, നിന്നോട് സംസാരിച്ചത്, ആ ദൈവദാസന്മാരെ അയച്ചത്, ആ മരണത്തിന്റെ കെണിയിൽ നിന്ന് നിന്നെ വിടുവിച്ചതൊക്കെ ഓർത്ത് ഒരു നിമിഷം ദൈവത്തിന് മഹത്വം കൊടുത്ത്. For a couple of minutes, let us think about the past ways in which God has taken care of us. The past ways in which God has delivered us. Let us think about it. You don't need anything else. If you remember how in mighty ways how God has delivered you in the past, that is more than enough to strengthen you. The ways in which God sent his people to you, the ways in which God opened ways in front of you, think about those and be strengthened. ഒന്ന് സ്വോത്രം പറഞ്ഞേ ചുമ്മാ. Let's praise God, let's glorify him. വെറുതെ അല്ല, നടത്തിയ വഴികളൊക്കെ ഓർത്ത് സ്വോത്രം പറ. By thinking, by meditating on the ways in which he has led us, let us glorify him. നീ സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മ നിന്നെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് ആത്മ നിന്നെ ബലപ്പെടുത്തും. ഈ ദൈവം എന്നവന്നേക്ക് നമ്മുടെ ദൈവം മരണപര്യന്തം നടത്താൻ ശക്തനാകയാൽ തലമുറയാൽ അനന്യനായ ദൈവമാകയാൽ ഇന്ന് പകൽക്കാലം ബലപ്പെടുക, ഇന്ന് പകൽക്കാലം ധൈര്യപ്പെടുക. എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. Please keep glorifying him. Please keep thanking him. Please keep praising the Lord. While you praise him, while you glorify him, while you do this, you will receive the strength. You will be empowered. You will be strengthened. The one who has called you will strengthen you. You can do all things by the one who strengthens you. ദാവീദ് പറഞ്ഞു, ഒരിക്കൽ ഒരു കരടിയും ഒരു സിംഹവും അപ്പനെ ഏൽപ്പിച്ച ആടിനെ പിടിച്ചു. David said once a bear and a lion came and caught the sheep my father has entrusted with me. പണ്ട് നടന്ന സംഭവം, something that happened a long while ago. പക്ഷേ ഒരു ഗോലിയാത്തിന് മുൻപിൽ വന്നപ്പോ, But when he came in front of ഒരു വലിയ Goliath, പ്രതിസന്ധി വന്നപ്പോൾ, when a huge problem was right in front of him, രാജാവിനോ സൈന്യത്തിനോ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയം വന്നപ്പോൾ, when the king and his armies found it helpless, അവൻ അന്ന് ഈ അനുഭവം ഓർക്കുകയാ. David is remembering. ഇന്നലത്തെ അനുഭവം ഇന്നത്തെ ഗോലിയാത്തിന് മുൻപിൽ ധൈര്യത്തോടെ നിർത്താനാ. ഇന്നലെ സിംഹം വന്നെങ്കിൽ, ഇന്നലെ കരടി വന്നെങ്കിൽ, ഇന്നെങ്കിൽ എന്തെങ്കിലും അപഹരിച്ചെങ്കിൽ അന്ന് ജയമെടുത്തത് അടുത്ത ദിവസം വരുന്ന അതിലും വലിയ വിഷയത്തിന് മുൻപിൽ നീ പതറിപ്പോകാതെ ധൈര്യത്തോടെ നിൽക്കാൻ. When Goliath is right in front of David, David is remembering how God delivered him in the past from the bear and from the lion. When you face problems right now in your life, when you remember, when you think of the past deliverances God has given you, that is what strengthens you. That is what gives you the courage to face the problems right in front of you. ദാവീദ് പറയുന്നു, സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. David said that the Lord who delivered me from the hand of the bear, from the hand of the lion, this Lord will be able to deliver me from this Philistine as well. അവിടുന്ന് പകൽക്കാലം അനുഭവങ്ങൾ നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും.
So listen carefully. Our experiences in the past is going to strengthen us to increase our confidence. അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ട് ഇന്നത്തെ വിഷയത്തിന് മുൻപിൽ നോക്കി വല്ലാതെ ഞരങ്ങുന്ന ചിലതിനോട് ആത്മാ പറയുന്നു, ആ കരം കുറുകി പോയിട്ടില്ല, ആ ദൈവത്തിന് മാറ്റം വന്നിട്ടില്ല, ആ ദൈവം മാറിയിട്ടില്ലത്, ആ കർത്താവിന് ഇന്ന് നിന്നെ ശക്തീകരിക്കാൻ, നിന്നെ വിടുവിക്കാൻ കഴിയുമെന്ന്. To all those people who are looking at the present troubles and who get troubled within their heart, looking at the present problems, Holy Spirit is encouraging you. Look at your past. Look at how God delivered you in your past and say that the one who strengthened me, the one who delivered me in my past is able to do this in the current problem as well. Praise the Lord. Hallelujah. നമുക്കറിയാം ഇസ്രായേൽ മക്കൾ മന്ന ഭക്ഷിച്ച ചരിത്രം നമുക്കറിയാമല്ലോ. We know the history, how Israelites had manna. അതവരുടെ അനുഭവമായിരുന്നു. It was their experience. എല്ലാ ദിവസവും പ്രഭാതത്തിൽ മഞ്ഞിൽ പൊതിഞ്ഞ മന്ന അവര് പഠിച്ചു കരുതുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളത്. It was their experience that every day morning there is a God who provides them with manna. അത്ഭുതകരമായ കരുതലായിരുന്നു. God took care of them in wonderful ways. അവർ വിതച്ചതല്ല, കൊയ്തതല്ല, അവർക്ക് നല്ല ഉറപ്പുണ്ട്, ഇത് സ്വർഗീയമാണ്, ഇത് സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചു തന്ന ദൈവത്തിന്റെ കരുതലാണെന്ന് ഓരോ ദിവസവും മന്ന കാണുമ്പോൾ അവർ ഹൃദയത്തിനകത്തൊരു എഴുത്തുണ്ട്, ദൈവത്തിന്റെ കരുതൽ. This manna is not something that they saw or they reaped. It is for sure that it is from heaven. It is God who provided this manna. Every time they look at this manna, they know that it is not their strength or might or effort. It is a provision of God upon them. അങ്ങനെ നന്മ അനുഭവിച്ച എത്ര തിരുപ്പുണ്ട്? How many of you have experienced such provisions in your life? അതുപോലെ ദൈവം കരുതിയതൊക്കെ അനുഭവിച്ചവർ ഓർക്കുന്നവരൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. If you remember all those provisions, such wonderful care of God in your life, please glorify our God. ദൈവം പൊതിഞ്ഞുകൊണ്ട് തന്നതല്ലേ പല ദൈവിക വിടുതലും. Isn't it that God delivered those at your doorstep? ആമേൻ. നിനക്ക് എടുക്കത്തക്ക രീതിയിൽ അനുഭവിക്കത്തക്ക രീതിയിൽ നിന്റെ ഭവനത്തിന് മുൻപിൽ കൊണ്ട് എത്രയോ തവണ അവന്റെ കരുതൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന്. Isn't it that many times God brought these deliverances at your doorstep? He came to your house and brought deliverance in your life. 40 വർഷം മരുഭൂമിയിൽ ഇങ്ങനെ മന്ന കൊടുത്ത് അവരെ പോഷിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, if God can take care of the Israelites with manna every single day for 40 long years. ഒന്നുകൂടെ പറയും, ഇന്നലത്തെ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതൽ നീ കണ്ടിട്ടുണ്ടെങ്കിൽ, I repeat again, if you have seen the deliverance and provisions of God in your yesterdays, in the wilderness of the past. ഇന്നത്തെ മരുഭൂമിയിൽ നമ്മുടെ ആത്മധൈര്യമാണ് ഇന്നലകൾ തന്ന മന്ന. ഇന്നത്തെ നിന്റെ മരുഭൂമി നിനക്കൊരു ആത്മധൈര്യമായിരിക്കണം, ആത്മവിശ്വാസമായിരിക്കണം. ഈ ദൈവം എന്തുവന്നേക്കും നമ്മുടെ ദൈവം. Then in today's wilderness, in today's problems, in front of those yesterday's deliverance in the wilderness, yesterday's deliverance that you experienced should become the courage, should become your confidence to face today's problem. ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. Let us look back at our problems. ദൈവത്തിന്റെ കരുതൽ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? You have experienced the deliverance and provisions of God. തകർന്നിരിക്കുമ്പോൾ എന്റെ ദൈവം ആശ്വസിപ്പിച്ചത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? When you were broken, God has comforted you. Haven't you experienced it? നീ ഒറ്റപ്പെട്ടു പോയപ്പോൾ നിന്റെ കൂടെ ഇരിക്കുന്ന സാന്നിധ്യത്തെ നീ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? When you were lonely, there is the presence of God that came and sat with you. Haven't you seen it? അവൻ ബലഹീനമായി രോഗമായി വന്നപ്പോൾ അവൻ സൗഖ്യമാക്കി നിന്നെ എഴുന്നേൽപ്പിച്ചത് അവൻ എത്ര പേര് ഇന്ന് പകൽക്കാലം ഓർമ്മയിലുണ്ട്, ഓർക്കുന്നുണ്ട്? While you were weak and while you were sick, there is the presence of God that healed you. There's a presence of God that you lifted you up. How many of you remember this? നീ പിന്മാറി പോയപ്പോൾ ആ സ്നേഹത്തിന്റെ കരം നിന്നെ തേടി അവൻ നിനക്ക് വേണ്ടി കാത്തു നിന്ന് നിന്നെ പിന്നെ ദൈവ സാന്നിധ്യത്തിലോട്ട് ദൈവ കൃപയിലോട്ട് മടക്കി വരിച്ചത് എത്ര പേര് ഇന്ന് പകലിൽ ഓർക്കുന്നുണ്ട്? My dear child, while you backslided, there is this hand of God with
with lot of love, with lot of compassion, waited for you to come back and embraced you. How many of you have experienced this? How many of you remember this? ആമേൻ. നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നത് ആമേൻ ഒരു ദൂതിന് വേണ്ടി പ്രാർത്ഥിച്ചു വന്നിട്ട് ആരും അറിയാതെ ആലോചന പ്രാപിച്ച് ബലപ്പെട്ട് അങ്ങനെ കൃത്യമായി വ്യക്തമായി ദൈവം ഇടപെട്ട എത്രയോ സമയങ്ങൾ കുഞ്ഞിന്റെ ജീവിതത്തിലുണ്ട്. ഇന്ന് പകലൊക്കെ ഇന്നത്തെ മരുഭൂമി ഇന്നലകളെ മന്നയോർച്ച് നീ ധൈര്യപ്പെടണം. എനിക്ക് വേണ്ടി കരുതും, എനിക്ക് വേണ്ടി വഴി തുറക്കും, എന്നെ സൗഖ്യമാക്കും, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. Do you remember those times you were longing for a message from God? You were longing for God to speak to you, and you came to the presence of God, and God has spoken to you with clear guidance of your life, clear guidance on what to do, where to do, when to do. How many of you remember this? My dear child, my dear children, my dear believers, if you remember the past, if you remember how God has delivered you, how God has given provisions in your life in your past, then He is powerful enough to take you through these troubles and problems that you face today. ഒരു നിമിഷം പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Let's all pray together. എല്ലാ ദൈവമക്കളും കണ്ണുകളെ അടച്ചാൽ. Let's all close our eyes. ഇന്ന് വേണ്ടിയത് ഒരു ശക്തീകരണമാണ്. Today what we need is strengthening. ആമേൻ. നിന്റെ വിഷയം വിടുവിച്ചോ എന്നുള്ളത് നോക്കണം. നീ ബലപ്പെട്ടോ എന്ന് ഇന്ന് പകൽക്കാലം നീ കൺഫേം ചെയ്യണം. It doesn't matter whether the problems are resolved or not, but you should confirm that whether you are strengthened or not. ആമേൻ. ദൈവം ശക്തീകരിക്കുന്നു. God is strengthening you എല്ലാ today. ദൈവമക്കളും പ്രാർത്ഥിച്ചേ. Let's all pray together. ഒരുപാട് വിഷയം സഭ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. There are many problems about which the church is earnestly praying. ദൈവം ചിലത് ശക്തീകരിക്കപ്പെടട്ടെ. God is strengthening. ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. Let's all pray together. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അങ്ങയുടെ ബലമുള്ള കരുത്തിലേക്ക് ജനത്തെ ഏൽപ്പിക്കും. കർത്താവ്, ചിലതൂടെ ചെയ്യാനുണ്ട്, ചില പ്രവൃത്തികൾ വെളിപ്പെടാനുണ്ട്, ചില നന്മകൾ ഈ ജനം കാണാനുണ്ട്. എന്നാൽ ചില മതിലുകളെ ചാടിക്കടക്കണം. ചില പർവ്വതങ്ങൾ സമഭൂമിയായി തീരണം. ചിലതിനെ ജയമെടുക്കണം. കുഴഞ്ഞ് ഇരിക്കുന്ന ചിലതിനെ കർത്താവ് ശക്തീകരിച്ചതിനായി സ്തോത്രം. ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഒരു നാളും കാണുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ദൈവം ബലപ്പെടുത്തിയത്, ദൈവം ശക്തീകരിച്ചതിന് അടയാളമായി അവരുടെ മുൻപിൽ ഉയർന്ന ചിലത് വീണ് വെട്ടേറ്റ് വീണതുപോലെ ദൈവാത്മാവ് ചിലത് അയച്ചിരിക്കയാൽ, നിന്റെ കരം ചലിച്ചിരിക്കയാൽ, നീ സംസാരിച്ചിരിക്കയാൽ, നിന്റെ വചനം അതിവേഗം ഓടിയിരിക്കുക. സ്തോത്രം. നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ കരം ഉയർത്തി 3 ഹല്ലേലൂയ ഒച്ചത് പറഞ്ഞാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും ആത്മാവിൽ ബലപ്പെടുക. സ്വർഗ്ഗം നിങ്ങളെ സഹായിക്കട്ടെ.